യെസ്, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ടോപ്പിക്കിന്റെ തേർഡ് ഭാഗമാണ് പ്രോത്സാഹനം, അപ്രീസിയേഷൻ. ഈ ഒരു വേർഡ് വളരെ വലിയ വേർഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പഠിച്ച കാലം തുടങ്ങിയിട്ട് നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങളുടെ ഫാമിലി ലൈഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലം, നിങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രോത്സാഹനം തന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഒരു പ്രോത്സാഹനം ഇഷ്ടപ്പെടുന്നവരാണ്, അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ചെയ്ത കാര്യത്തെ നമ്മുടെ മനസ്സിൽ ഒന്ന് അടിവരയിടാൻ, ഞാൻ ചെയ്തത് സൂപ്പറായി എന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു വളർച്ച, മാനസികമായിട്ടുള്ള ഒരു വളർച്ച വളരെ വലുതാണ്. നിങ്ങൾ അത് ഏതൊക്കെയെന്ന് നോക്കാം. നമ്മള് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി എക്സ്ട്രീംലി ഡിഫറെന്റ്. പഠിക്കുന്ന കാലം ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചർ പറയും, എല്ലാ ചോദ്യങ്ങൾക്ക് ആൻസർ പറയുന്ന ആൾക്ക് അടിക്കാനുള്ള വടി തരാം, പഠിക്കാത്തവരെ അടിക്കാനുള്ള വടി തരാം. എല്ലാ ദിവസവും ഞാൻ നന്നായിട്ട് എല്ലാം പഠിക്കും. എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഞാനടിക്കും, വടിയും കൊണ്ട് നിന്ന് അവരടിക്കുക. എൻ്റെ മനസ്സിൽ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആ ടീച്ചറുടെ പേരൊന്നും പറയാൻ പറ്റില്ല, ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഒരെണ്ണം വിടാണ്ട് പഠിക്കുമായിരുന്നു. അതൊരു കാലഘട്ടമാണ്. അതല്ല കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങൾ നോക്കുക, കൂട്ടുകാരുടെ ഇടയിൽ നമ്മളൊരു കാര്യം ചെയ്തു, നമ്മളൊരു എന്തെങ്കിലും ഒരു പ്ലസ് കാര്യം നിങ്ങൾ നോക്കിക്കോ, മത്സരിക്കാതിരിക്കുക. അവരോടൊന്ന് മത്സരിച്ചാൽ ഓരോന്ന് ചെയ്യാം, ഓരോന്ന് ചെയ്യുമ്പോൾ അടിപൊളിടാ, സൂപ്പറാടാ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അവർ. അപ്പൊ അവർ മത്സരിച്ച്, നമ്മളൊരു ടീനേജ് കാലമൊക്കെ നോക്കി, അവർക്ക് ഈ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ റെഡിയാ. 10 പേര് കൂടുമ്പോ, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ അറ്റൻഷൻ എടുക്കാൻ വേണ്ടി ആ കൊച്ചു കുട്ടികൾ കാണിക്കുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. നമ്മുടെ അറ്റൻഷൻ എടുക്കാൻ, നമ്മുടെ സപ്പോർട്ട് കിട്ടാൻ, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ അപ്രീസിയേഷൻ, അത് പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാണിക്കണം, അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പഠനകാലത്ത് നമുക്ക് കിട്ടുന്നത്, അതുപോലെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നത്, ഈവൻ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഒരു സമയബന്ധിതമായിട്ടൊരു വർക്ക് തീർത്തു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഷോപ്പ് ഒരെണ്ണം ക്ലോസ് ചെയ്തു, നല്ലൊരു വർക്ക് ക്ലോസ് ചെയ്തു, നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഈ സമയത്തൊക്കെ കിട്ടുന്ന മേഖല പ്രോത്സാഹനം. അതുപോലെ തന്നെ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലയിൽ നമ്മൾ ചിലപ്പോൾ ബസ്സിൽ പോയി, ആ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് പിടിക്കാൻ, അല്ലെങ്കിൽ സീറ്റ് പിടിക്കാൻ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാലും കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, താങ്ക് യു കേട്ടോ, നല്ല ഉപകാരമുണ്ട്, നീ പറഞ്ഞ അതൊക്കെ വളരെ വലിയ കാര്യമാണ്. അപ്പൊ വീട്ടിൽ നിന്ന് കിട്ടേണ്ടത്, ഓഫീസിൽ കിട്ടേണ്ടത്, ഭാര്യ ഭർത്തൃ ബന്ധത്തില്, ഫാമിലി ലൈഫിൽ കിട്ടേണ്ടത്, ഇതെല്ലാം ഒരു പ്രോത്സാഹനം, അപ്രീസിയേഷൻ വളരെ വലുതാണ്. ഇത് നമ്മൾ കൊടുക്കാൻ പഠിക്കണം. നമ്മളുടെ ബന്ധപ്പെട്ട മേഖലയിൽ നമ്മൾ കൊടുക്കാൻ പഠിക്കണം. അപ്പൊ നമുക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങും. ഇത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. പഠനകാലത്തായിക്കോട്ടെ, എവിടെയായിക്കോട്ടെ, ഇത് നമ്മുടെ ഫാമിലിയിൽ കിട്ടേണ്ടത്, ഫാമിലി കൊടുക്കേണ്ട അപ്രീസിയേഷൻ അപ്പുറത്തെ വീട്ടുകാർ കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ ആളോടായിരിക്കും സപ്പോർട്ട് കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയാണോ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുക, അവരുടെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത്, നല്ലതാണ്, ഇത് അടിപൊളിയായി, ഒരു നല്ല ഡ്രസ്സ്, സൂപ്പറായിട്ടാ, അടിപൊളിയായിട്ടാ, എന്ത് ഭംഗിയാണ് എന്ന് പറയുന്ന 10 പേര് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരോടൊരു സൗഹൃദം പ്ലസ് ആകും. ജോലി സ്ഥലത്തായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അവര്, നമ്മുടെ അപ്ലൈൻ, നമ്മുടെ മാനേജർമാര്, അല്ലെങ്കിൽ നമ്മുടെ ടീം ലീഡേഴ്സ്, ഇവര് നമ്മളെ കെയർ ചെയ്തില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ പാരൽ കമ്പനികള്, അടിപൊളിയാണോ, നീ ആ ഓർഡർ എടുത്തില്ല, അടിപൊളിയായിട്ടാ, സൂപ്പറായിട്ടാ, നീ എങ്ങനെയാണ് ഒപ്പിച്ച, ഓട്ടോമാറ്റിക്കലി അവരോടൊരു ചായ്വായിരിക്കും. നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ അവൻ ഒറ്റയടിക്ക് ചാടിപ്പോകും. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫാമിലി ലൈഫിൽ മക്കൾക്ക് കൊടുക്കേണ്ട അപ്രീസിയേഷൻ, അവര് ഒരു നല്ലൊരു ടീം വർക്ക്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചോദിച്ചു, സൂപ്പറായിട്ടാ, ഞാൻ അടിപൊളി, എന്ത് നല്ല ഇതായിരുന്നു, അതുപോലെ പെർഫോം ചെയ്യണം. ഇത് കൊടുക്കുന്നത് അപ്പുറത്തെ വീട്ടുകാരും കൊടുത്താലോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു ലൈൻ മാത്രമല്ല, പല ലൈനിലും ഇന്ന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ ലൈനിൽ കൂടെ വന്ന ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ഒരു പ്രശ്നങ്ങളാണ്.
അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രോത്സാഹനത്തിന്റെ കേസ് പറഞ്ഞു. ഈ പ്രോത്സാഹനത്തെക്കാൾ ഉപരി നമ്മൾ പകരം നെഗറ്റീവോ കൊടുക്കുന്നുണ്ടോ? ചിന്തിച്ചേ. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാതെ അപ്പോ വേറെ എന്തെങ്കിലും ടോപ്പിക്കോ, നീ എന്തിനാ സൈക്കിളിൽ നിന്ന് അങ്ങനെ പോയത്, അത് ചെയ്തത് ശരിയായോ, അങ്ങനെ പോണ്ട, ഈ സമയത്ത് അങ്ങനെ പോണ്ടതാണോ, അത് പോയത് ശരിയായില്ല, അല്ലെങ്കിൽ നീ എന്തിനാ വണ്ടി എടുത്തിച്ച് പോയത്, എന്തെങ്കിലും കുറെ അലിഗേഷൻ. നീ അവരോട് കൂടെ പോകാൻ ആരതിനോട് പറഞ്ഞ് ആരുടെ പെർമിഷൻ എടുത്തു, അല്ല എന്താ ഓർഡർ എടുത്തു കഴിഞ്ഞപ്പോ ഈ ഓർഡറിൽ മറ്റേ ഓർഡർ ചെയ്താ ആ ഓർഡറിൽ ചെയ്യാന് അതേ വലിയ കേസല്ലായിരുന്നു. നമുക്ക് അത് വലിയൊരു ടാർഗറ്റ് ഉണ്ടാക്കി കാര്യം. അവിടെ നീ പോവാതെ നീ എന്ത് പരിപാടി ചെയ്തത്? അപ്പൊ ഈ ഒരു വലിയൊരു വലിയൊരു കാര്യം കിട്ടിയത്, നല്ല കാര്യങ്ങൾ നടന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കാതെ അതിനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം, മറ്റൊരു കുറ്റം പറയാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഈ പറഞ്ഞ അച്ചീവ് ചെയ്ത ആള് അപ്പുറത്തുള്ള ഒരു സൂപ്പറാന്ന് പറയും, ഇവിടെയുള്ള ആള് മൊട എന്ത് പരിപാടിയാന്ന് പറഞ്ഞ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും. ഈ അനുഭവം അവനെന്ത് ചെയ്യും? പയ്യെ പയ്യെ അവിടെ നിന്ന് അവരെ അകറ്റിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോ പ്രോത്സാഹനം വളരുമ്പോൾ അപ്പോ നമ്മൾ പറഞ്ഞു വന്ന ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയില് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കേട്ടോ. എന്നും എന്നെ കാണുമ്പോൾ എന്നെ കുറ്റവും എന്റെ കുറവും പറയുന്ന ഒരേ മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു സെഷൻ ഇട്ടുണ്ടായിരുന്നു, ഏതാ നെഗറ്റീവിനെ കുറിച്ച്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും എന്നോട് ഞാൻ സംസാരിച്ച ടോപ്പിക്കേ ഒന്നും മിണ്ടണില്ല. പകരം എന്റെ കുട്ടിയെ കുറെ കുറവ്, നീ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെയായ കുറെ കൂടി നന്നായേനെ എന്ന് കുറെ ഉപദേശിക്കുന്നു. ആക്ച്വലി എന്താണ് ആൾ ഉദ്ദേശിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചേ. വളരെ സിമ്പിൾ. മനസ്സ് ഞാനെന്ന ഭാവം എന്താ പറയാ തിങ്ങി നിൽക്കുക, മറ്റുള്ളവരെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ നോക്കിക്കോ, ഒരു ഗ്രൂപ്പ്, ഒരു 15 പേരുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാവും. ആ ലീഡർ പറയുന്നതാണ് ശരി, വേറൊരാൾക്കും അവിടെ വളരാൻ സംഭവിക്കില്ല. നിങ്ങൾ നോക്കിയോ, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരാൾക്ക് വളരാൻ പറ്റുള്ളൂ, മറ്റുള്ളവരൊന്നും വളരാൻ സമ്മതിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഡീപ്രൊമോട്ട് ചെയ്തിട്ടേക്കാണ്. എന്ത് വന്നാലും അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെ ശരിയല്ല. അത് എന്താ പറയാ, ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം. അപ്പൊ നിങ്ങള് അങ്ങനെയുള്ള ടീമിന് പുറത്തേക്കാറുണ്ട്. നിങ്ങൾക്ക് പറ്റിയ മേഖല, സപ്പോർട്ടീവായ മേഖല കണ്ടുപിടിച്ച് നിങ്ങൾ അതിൽ കൂടെ വളരണം. എന്നാലേ നിങ്ങൾക്ക് വളരാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവിയുണ്ട്. ആ ഭാവി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യെത്താത്ത ദൂരത്താണ്. നിങ്ങൾ ഇതിലേക്ക് റീച്ച് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരാണ്. സൂപ്പർ, വെരി താങ്ക് യു.